ഇന്ന് വ്യാഴാഴ്ചയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും തിരക്കുള്ള ദിവസം വ്യാഴാഴ്ചയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം ഇവിടെയുണ്ട്. എല്ലാവരും ആ ഭാഗ്യത്തെ പ്രശംസിക്കുക. വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. പിന്നെ ഇന്ന് വെളുത്തവാവാണ്. ലളിതാസഹസ്രനാമം പറയുക, പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. ഇതുപോലെ ഭാഗ്യം എന്താ വേണ്ടേ? ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം. വായിച്ച അധ്യായത്തിലുണ്ടല്ലോ, അന്നമയ സർവമയ അല്ലേ? ആ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹവും നമുക്കുണ്ടാകുന്നു. പിന്നെ നാളെ രാവിലെ കുറച്ച് സമയം പുണർന്നം, ശ്രീരാമൻ്റെ നക്ഷത്രം. പിന്നെ പൂയമാണിവിടെ. നാളെ പൂയ ആഘോഷിക്കുന്നു. രാവിലെ 9:15 നാഴിക വരെ നാളെ പൂയയുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും ശുഭദിനം ഇന്ന്. നമുക്കെല്ലാവർക്കും ആദരണീയനായ മഹാത്മാവായ ആ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ ഭക്തിപൂർവ്വം അനുസ്മരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കൾ, കുടുംബാംഗങ്ങളെല്ലാവരും ശ്രീമദ് ഭാഗവത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഭാഗവതം പരിചയമുള്ളവർക്കറിയാം ഇല്ലേ? നഭപ്പതന്ത്യാത്മസമം പദപ്രണ തഥാസമം വിഷ്ണുഗതിം വിഭഷ്ടിത. ഒന്നാമത്തെ ദിവസം വായിച്ച ഭാഗം 18-ാമത്തെ അധ്യായത്തിലുണ്ട്. നഭപ്പതന്ത്യാത്മസമം പദപ്രണ തഥാസമം വിഷ്ണുഗതിം വിഭഷ്ടിത. ഗരുഡൻ വളരെ ഉയരത്തിൽ പറക്കും. അതൊരു പരുന്ത് വളരെ ഉയരത്തിൽ പറക്കും. കോഴി താറാവൊക്കെ പറക്കും. പക്ഷെ കുറച്ച് പൊക്കത്തിലേക്ക് പറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്കാന്ദപുരാണമാകുന്ന ഒരു ചിറക്, പത്മപുരാണമാകുന്ന മറ്റൊരു ചിറക്, വൈനദേയശ്ച പക്ഷിണാം. വിഭൂതിയോഗത്തിൽ പറയുന്നുണ്ട് ഗരുഡ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ സ്കാന്ദപുരാണമായ ഒരു ചിറക്, പത്മപുരാണമാകുന്ന ഒരു ചിറക്, ആ ഗരുഡ ഭഗവാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അമ്പലത്തിലും എല്ലാ മാസത്തിലും, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും എല്ലാ മാസത്തിലും, അതുപോലെ പറവൂര് എല്ലാ മാസത്തിലും, ഇതിന് പല ക്ഷേത്രങ്ങളിലും അതുപോലെ അപൂർവം ഭവനങ്ങളിലും ശ്രീമദ് ഭാഗവത നടക്കുന്നുണ്ട്. അത് ഭഗവാനെ പ്രചരിപ്പിക്കുക. സ്കാന്ദപുരാണം വഴി, പത്മപുരാണം വഴി ഭാഗവതം പ്രചരിപ്പിച്ചു വരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഗുരുവായൂരമ്പലത്തിൽ, അതുപോലെ അപൂർവം ഭവനങ്ങളിൽ ഒക്കെയുള്ളൂ. ഇന്ന് കേരളം വിട്ടു, മറ്റ് സംസ്ഥാനങ്ങൾ കഴിഞ്ഞു, ഗൾഫ് രാജ്യങ്ങളിൽ, അമേരിക്കയിൽ വരെ ശ്രീമദ് ഭാഗവതം ആ മത്സ്യാവതാരം വായിക്കുന്ന അധ്യായത്തിലുണ്ട്, ഉത്തമ ശ്ലോകചരിതം സർവലോക സുഖാവഹം. എല്ലാ ലോകത്തിലെ ജനങ്ങൾക്കും സന്തോഷം, സുഖം നൽകുന്നത് ശ്രീമദ് ഭാഗവതമാണ് എന്ന്. അപ്പോൾ എന്താ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത? 335 അധ്യായങ്ങളാണ്. നമുക്കിവിടെ പ്രതിപാദ്യ വിഷയം എന്താ? പഞ്ചമസ്കന്ധം. അതിൽ ഏതാനും അധ്യായങ്ങൾ. നമുക്ക് സംഖ്യകളൊക്കെ എഴുതാനറിയാം ഇല്ലേ? എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 9 വരെ. 9 വരെ സംഖ്യകളുള്ളൂ. അത് കഴിഞ്ഞതിൻ്റെ വർധനവാ. 2 മുതൽ 9 വരെ എങ്ങനെയാണ് എഴുതുക? വലത്തോട്ടാണ് എഴുതുക. 1 എങ്ങനെയാണ് എഴുതുക? അത് മാത്രം മുകളിൽ നിന്ന് താഴോട്ടാണ്. അതാണ് ഗുരുവായൂരപ്പൻ. അവതരിക്കുക, ഇറങ്ങി വരിക എന്നർത്ഥം. എന്തിനാ ഭഗവാൻ ഇറങ്ങി വരണത്? നമ്മുടെ മുകളിലെ കൊണ്ടുപോകാനാ. എന്തിനു വൃഥ കാലം കഴിക്കുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളുകയെല്ലാവരും. എത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അത് പഞ്ചമസ്കന്ധം. അതിൽ സ്ഥിതി എന്ന പുരാണ ലക്ഷണം, തിരി വൈകുണ്ഠ വിജയ എന്ന് അതിൻ്റെ ലക്ഷണവും പറഞ്ഞു. ഇവിടെ ഏതാനും അധ്യായങ്ങൾ ഇവിടെ പർവ്വതങ്ങളെ പറ്റി 16-ാമത്തെ അധ്യായങ്ങൾ പറയുന്നുണ്ട്. എത്ര പർവ്വതങ്ങളുണ്ട്? ധാരാളം പർവ്വതങ്ങളുണ്ട്. എന്നാലും അസ്ഥിശ്രീയസാത്മ സുമേരുനാമ സമസ്ത കല്യാണനിധി ഗിരീന്ദ്ര തിഷ്ടന്നിധം വിശ്വം അനുപ്രവിശ്യ സ്വേനാത്മന വിഷ്ണുരിവോർജിരേന. ശ്രീകൃഷ്ണവിലാസം മഹാകാവ്യം ആരംഭിക്കുന്നത് സുമേരു പർവ്വതത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. മഹാവിഷ്ണുവിനുള്ള എല്ലാ യോഗ്യതകളും
മാഹാത്മ്യങ്ങളും സുമേരു പർവ്വതത്തിലുണ്ടെന്ന അസ്ഥിശ്രീയസ്തത്മ സുമേരുനാമ സമസ്ത കല്യാണനിധി ഗിരീന്ദ്ര തിഷ്ടന്നിതം വിശ്വം അനുപ്രവിശ്യ സേനാത്മന വിഷ്ണുരിവോർജിതേന വായുവർക്ക സംയോഗ വിഭാഗേന പറയുന്നുണ്ട്. വായു ഭഗവാന്റെ, അതുപോലെ അഗ്നി ഭഗവാന്റെ, സൂര്യഭഗവാനർത്ഥം അർക്കഹ സൂര്യ, രണ്ടുപേരുടെ ചേർച്ച കൊണ്ട് ജാമ്പൂനദം എന്ന സ്വർണം ഉണ്ടാകുന്നു ദേവന്മാർ. അതുപോലെ ദേവസ്ത്രീകളൊക്കെ ആഭരണമായി സ്വീകരിക്കുന്നു. പിന്നെ മറ്റൊരു പർവ്വതം അസ്ഥി എന്താ അത്? ഉത്തരസ്യാം ദിശി ദേവരാത്മ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരു അധോയനിദീപകാഹ്യ തിരപൃഥിവ്യ ഇവ മാനദണ്ഡ. ഹിമാലയ പർവ്വതം, സുമേരു പർവ്വതം, ഇതൊക്കെയാണ് ശ്രേഷ്ഠമായ പർവ്വതങ്ങൾ. പിന്നെ ധാരാളം പർവ്വതങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞിച്ചു. 4-ാം ദിവസം കേൾക്കാനില്ലേ? പാലാടി കഴിയുമ്പോൾ ഏത് പർവ്വതം സഹായിക്കുന്നു? മന്ദരപർവ്വതം കടകോലിൻ്റെ സ്ഥാനത്ത്. പിന്നെ ബദ്രീനാഥിൽ പോകുമ്പോൾ അറിയാം നരനാരായണ പർവ്വതം, ഗോവർദ്ധന പർവ്വതം ശ്രീകൃഷ്ണ ഭഗവാൻ പൂജ കഴിക്കുന്നു. രൈവതക പർവ്വതത്തിൽ ബലരാമസ്വാമി വിശ്രമിക്കുന്നു. അപ്പോൾ എന്താ? പർവ്വതങ്ങളെ പൂജിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്നിവിടെ പഠിപ്പിക്കുക. ആദ്യത്തെ ഭാഗവതം രാമായണ. ഭാഗവത രാമായണമാണോ? രാമായണമാണ്. ഭഗവാനെ സംബന്ധിച്ചത് ഭാഗവതം. അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കണം, അതിന് രാമായണം. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം, അതിന് മഹാഭാരതം. ഭഗവത്ഗീത വിതുരൻ്റെ ഉപദേശം. മൃത്യോർമ്മ അമൃതംഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നമ്മളെ നയിക്കണം, അതാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം വായിച്ചാൽ മരിക്കില്ലേ? ഭാഗവതം കേട്ടാൽ മരിക്കില്ലേ? മരിക്കും. മരിച്ചോട്ടെ, അതിനെന്താ? മൃത്യുഹാസ എന്ന് കാവിലേയം, പുഞ്ചിരിയോടെ മരണത്തെ സ്വീകരിക്കാൻ സാധിക്കണം, അതിനാ ഭാഗവതം. പിന്നെ പർവ്വതങ്ങളെ പറ്റി വർണ്ണിച്ചിട്ടാണ് ഓരോ പുണ്യഭൂമി. അപ്പോൾ രാമായണം എഴുതിയ വേദ വാൽമീകി മഹർഷിയെ ഒന്ന് വന്ദിക്കണ്ടേ? കൂര്യന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം. അത് കഴിഞ്ഞ് വേദവ്യാസ മഹർഷിയെ വന്ദിക്കുക. അചതുർവദനോ ബ്രഹ്മ ദിവാഹു അപരോ ഹരി അപാലലോചന ശംഭു ഭഗവാൻ ബാദരായണ. എന്താ അർത്ഥം? 4 തലകളില്ലാത്ത ബ്രഹ്മാവിനെ വിചാരിച്ചു നോക്കൂ. അചതുർവദനോ ബ്രഹ്മ ദിവാഹു അപരോ ഹരി, 2 കൈകളുള്ള മഹാവിഷ്ണുവിനെ വിചാരിച്ചു നോക്കൂ. അപാലലോചന ശംഭു, 3ാമത്തെ കണ്ണില്ലാത്ത മഹാദേവനെ വിചാരിച്ചു നോക്കൂ. ഇതാണ് വേദവ്യാസ മഹർഷി. എന്ന് വെച്ചാലോ ബ്രഹ്മാവിൻ്റെ മാഹാത്മ്യം, മഹാദേവൻ്റെ മാഹാത്മ്യം, മഹാവിഷ്ണുവിൻ്റെ മാഹാത്മ്യം വേദവ്യാസ മഹർഷിക്കുണ്ടെന്ന. ആ വേദവ്യാസ മഹർഷി ആരാ? കൂരന്തം കൃഷ്ണനാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ ശ്രീ വ്യാസകോകിലം. അതേ വ്യത്യാസമുള്ളൂ. സംസാര സർപ്പസന്തഷ്ട നഷ്ടചേഷ്ടൈക ഭേഷജം കൃഷ്ണേതി വൈഷ്ണവം മന്ത്രം ശ്രുത്വാ മുക്തോ ഭവേൽ നര. കൃഷ്ണ എന്ന് ഉച്ചരിച്ചാൽ മതി, മോക്ഷം കിട്ടും. ഈ ലോകത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കൃഷ്ണാന്ന് ജപിക്കുക. അത്രയ്ക്ക് പ്രാധാന്യം ശ്രീമദ് ഭാഗവത്തിനുണ്ടെന്ന.
അപ്പോൾ പഞ്ചമസ്കന്ധാണ് വിഷയം. ഇവിടെ ഓരോ പുണ്യഭൂമിയിൽ ഓരോ ഭക്തൻ ഓരോ ഈശ്വരനെ ആരാധിക്കുന്നു. ആദ്യം ആ 17-ാമത്തെ അധ്യായത്തിൽ കാണാം, ഇളാവൃതം എന്ന പുണ്യഭൂമിയിൽ സംഘർഷണമൂർത്തിയെ മഹാദേവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പാർവതീദേവി ഏതാനും ഭക്തകൾ മാത്രമേ ഉള്ളൂ. സാധാരണ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള പുണ്യഭൂമി ഇളാവൃതം. എന്താ മഹാദേവൻ്റെ പ്രാർത്ഥന? പരം പ്രമാണം ഭഗവാൻ അനന്ത ഭവാവഹം ത്വാ ഭവഭാവമീശ്വരം. ഭവാവഹം, ഈ ലോകത്തിലെ പ്രയാസങ്ങൾ മാറാൻ സംഘർഷമൂർത്തിയെ ധ്യാനിക്കണം. ശേഷോധുനാപി സമവസ്യതി നാസ്യപാരം. 1-ാം ദിവസം കേട്ടതാ. നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ആരാ? സംഘർഷമൂർത്തി. എന്താ ഈ നാമം ജപം? ഒന്നുമായിട്ടില്ല. നമ്മളും അങ്ങനെ പറയണം. നാമം ജപിച്ച് മതിയായില്ല, പ്രദക്ഷിണം വെച്ച് മതിയായില്ല, ഭാഗവതം കേട്ട് മതിയായില്ല, നാരായണീയം വായിച്ച് മതിയായില്ല എന്ന് പറയാൻ സാധിക്കണം. സംഘർഷമൂർത്തി അങ്ങനെയാ പറയുക. ശേഷൻ എന്നൊരു വേറൊരു പേര്, അതുപോലെ സംഘർഷണൻ എന്ന വേറൊരു പേര്, അനന്തൻ എന്ന് വേറൊരു പേര്. ഇവിടെ പറയുന്നു ഭൂമണ്ഡലം എങ്ങനെ? സിദ്ധാർത്ഥം, മലയാളത്തിൽ കടുക്. ചിത്രകേതുവിൻ്റെ ശ്രുതി കേൾക്കാം. ഭൂമണ്ഡലം സർഷവായതി യസ്യ മൂർത്തി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർത്തേ. മലയാളത്തിൽ കടുക്, സംസ്കൃതത്തിൽ സിദ്ധാർത്ഥം, സർഷഭം. അപ്പോൾ ഭൂമണ്ഡലത്തിന് കടുകുമണിയുടെ വലിപ്പമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വലിപ്പം കൂടുതൽ കൊണ്ട് അത്രയേ അനുഭവപ്പെടുന്നുള്ളൂ എന്ന്. അടുത്ത പുണ്യഭൂമി എന്താ? ഭദ്രാശ്വവർഷം എന്ന പുണ്യഭൂമിയിൽ ഭദ്രശ്രവസുക്കൾ എന്ന ഭക്തന്മാർ ഹയഗ്രീവമൂർത്തിയായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. വേദാൻ യുഗാന്തേ തമസാ തിരസ്കൃതൻ രസാതരാജ്യോ നൃതുസംഗ വിഗ്രഹ. വേദങ്ങൾ എന്നും വേണം. ആ വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയ ഹയഗ്രീവനെന്ന അസുരനെ നിഗ്രഹിച്ച വേദങ്ങൾ ബ്രഹ്മാവിന് തിരിച്ചു കൊണ്ടുകൊടുത്തു. ആ ഹയഗ്രീവമൂർത്തിയെ ധ്യാനിക്കണം. അടുത്ത പുണ്യഭൂമി ഹരിവർഷം എന്ന പുണ്യഭൂമി. അവിടെ ഭക്തനാരാ? പ്രഹ്ലാദൻ തുടങ്ങിയവരെ. ആരാണ്? ആരാധ്യദേവൻ നരസിംഹമൂർത്തിയാണ്. നരസിംഹമൂർത്തിയുടെ അവതാരമൊക്കെ വിസ്തരിച്ച് ഇവിടെ പറയും. എന്നാലും അഭയം ഭയം ഇല്ലാത്ത അവസ്ഥ അഭയം. അതിന് നരസിംഹമൂർത്തിയെ തന്നെ ധ്യാനിക്കണം. നാരായണ കവചം ഇന്ന് വായിക്കാൻ സമയമുണ്ടാവില്ല, നാളെ വായിക്കും. അത് കേൾക്കാം. ആ മന്ത്രത്തിൻ്റെ പ്രാധാന്യം. പൂജ കഴിഞ്ഞ ഒരു ദീപാരാധന പതിവുണ്ട്. എവിടെയാ ദീപാരാധന? ദിഷ്ടൂത്തമത സമന്താൽ അന്തർദഹിഷ്ട ഭഗവാൻ. അപ്പോൾ നരസിംഹമൂർത്തിയെ ധ്യാനിക്കണം, ചിന്തിക്കണം, നരസിംഹമൂർത്തിയുടെ കഥ കേൾക്കണം എന്ന് പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിക്കുക. പട്ടേരിപ്പാട് വർണ്ണിക്കുമ്പോൾ എന്താ? ഓലപ്പടക്കത്തിനിടയ്ക്ക് കഥനവെടിക്കുക ശബ്ദം കൂടുതലേ. മഹാദരീ സഹമുഖ, മഹാദംഷ്ട്ര, മഹാജിഹ്വ 3 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് മഹശബ്ദ പ്രയോഗം. നരസിംഹമൂർത്തി വിദ്യ തരുവാൻ സമർത്ഥന. ഈ കോട്ടയം ജില്ലയിൽ തന്നെ അറിയാം അല്ലേ? ഇവിടെ കോഴ നരസിംഹസ്വാമി ക്ഷേത്രം, മാങ്ങാനം നരസിംഹസ്വാമി ക്ഷേത്രം, അതുപോലെ അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രം. വിദ്യ തരുന്ന ഈശ്വരനാ. ഒരിക്കൽ ശങ്കരാചാര്യസ്വാമികൾ ശ്രീമദ് ഭാഗവതത്തിന് പരിഭാഷ ആരംഭിക്കാൻ നിശ്ചയിച്ചു.
മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്നാ. എന്താ അത്? ഭാഗവതം എനിക്കറിയാം കുറച്ച്. മഹാദേവൻ പറയുക, അഹം വേത്തി ശുകോ വേത്തി വ്യാസോ വേത്തിജ നാരദ ശ്രീധര സകലം വേത്തി. എങ്ങനെ? ശ്രീ നൃസിംഹ പ്രസാദത. അപ്പൊ ശ്രീധരാചാര്യസ്വാമികൾക്കറിയാം മുചുകുന്ദൻ്റെ അടുത്ത ജന്മം ബ്രാഹ്മണ ജന്മം. അപ്പോൾ ആ ശ്രീധരാചാര്യസ്വാമികൾ എങ്ങനെ ശ്രീധരാചാര്യസ്വാമികളായി? നരസിംഹമൂർത്തിയെ ഭജിച്ചിട്ട് ശ്രീ നൃസിംഹ പ്രസാദത. അതുകൊണ്ട് നീ പരിഭാഷയ്ക്ക് തയ്യാറാവണ്ട. ശ്രീധരീയം ആധികാരികമായ ഭാഗവത വ്യാഖ്യാന ഗ്രന്ഥമാണ്. സ്വസ്ത്യസ്തു വിശ്വസ്യ ഫലപ്രസീദത. എന്താ? എല്ലാവരോടും കരുണ കാണിക്കുന്നു നരസിംഹമൂർത്തി, എല്ലാവരെയും രക്ഷിക്കുന്നു നരസിംഹമൂർത്തി. പിന്നെ മത്സ്യത്തിന് എന്ത് വേണം? വെള്ളം വേണം ജീവിക്കാൻ. ഹരിർഷി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ക്ഷഷാണാമിവ തോയം ഈഷ്ഠിതം. വെള്ളമില്ലെങ്കിൽ മത്സ്യത്തിന് നിലനിൽപ്പില്ല. അപ്പം നമ്മുടെ നിലനിൽപ്പ് എങ്ങനെയാ? ഭഗവാൻ ഭഗവത്ഗീത പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇപ്പം വായിച്ചല്ലോ നവഗ്രഹങ്ങളുടെ കഥ. ഹൃദയേ നാരായണോ മനസി ചന്ദ്ര. ഹൃദയേ നാരായണ മനസി ചന്ദ്ര. ഓരോ നാമത്തിനും ഓരോ പ്രത്യേകത. ഹരി, ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിക്കുന്നു. ഹരി ഹരതി പാപാനി, പാപങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് മഹാവിഷ്ണുവിന് ഹരി എന്ന പേര് പോരല്ലോ. 28 എന്ന സംഖ്യ, 18 പുരാണങ്ങൾ, 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ. ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ എളുപ്പമില്ല. ഹരേ നമ ശ്രീ ഹരേ നമ ശ്രീ ഹരേ നമ. ഇവിടെ പറഞ്ഞു ഹരി സാക്ഷാൽ ഭഗവാൻ ശരീരിനാം ആത്മാ. അപ്പോൾ ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് പ്രയാസം, ഭയം, ദുഃഖം മാറുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നൃസിംഹവാദം ഭജതാകുതോപയം. ഇത് പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപദേ സർവഹമയാൽ പാഹിമാം. അടുത്ത ഭാഗം കേതുമാലം എന്ന പുണ്യഭൂമിയിലെ കാമദേവ സ്വരൂപനായ മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന എന്താ? ഹൃദേ ഭവൽ പാദപരായണ എന്ന മാം ബിന്ദന്തി. ഒരു ജോലിയെ എനിക്കറിയാവൂ. നമ്മളങ്ങനെ പറയൂ? അറിയാവുന്ന ജോലി ഏതാ? മഹാവിഷ്ണുവിൻ്റെ പാദപൂജ. ഹൃദേ ഭവൽ പാദപരായണ നമാം ബിന്ദന്ത്യഹം ത്വൽഹൃദയ യഥോചിത. രമ്യകം എന്ന പുണ്യഭൂമിയിൽ മത്സ്യമൂർത്തിയായ ഭഗവാനെ സ്വയംഭുവ മനു ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മത്സ്യാവതാരമുണ്ട്. ആ മത്സ്യാവതാരം എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? സത്യവ്രതൻ എന്ന രാജാവിനെ അനുഗ്രഹിക്കണം, വേദങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുക്കണം, നമുക്ക് മത്സ്യപുരാണം ലഭിക്കണം. ഈ 3 ഉദ്ദേശമാണ് മത്സ്യാവതാരം. സർവദ്രവ്യേഷു വിദ്യൈവ ദ്രവ്യമാഹു അനുത്തമം. ആഹാര്യത്വാത് അനർഘ്യത്വാത് അക്ഷയ്യാച്ച സർവത. മത്സ്യപുരാണത്തിലെ ഒരു ശ്ലോക. എന്താ അത്? സർവദ്രവ്യേഷു വിദ്യൈവ ദ്രവ്യമാഹു അനുത്തമം. ആഹാര്യത്വാത് അനർഘ്യത്വാത് അക്ഷയ്യച്ച സർവത.
ആരും നമ്മുടെ വിദ്യ തട്ടിക്കൊണ്ട് പോവില്ല. വിദ്യയുടെ വില എന്താ? പഠിച്ചവനെ അറിയാവൂ. അപ്പോൾ ആ മത്സ്യമൂർത്തിയെ ധ്യാനിക്കണം. അടുത്ത് ഹിരണ്മയം എന്ന പുണ്യഭൂമിയിൽ പിതൃക്കളുടെ നേതാവായ അര്യമാവ് കൂർമ്മമൂർത്തിയായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. 4 തരത്തിൽ ഉത്പത്തി: ജലായുജം, സ്വേദജം, അണ്ടജോദ്ഭിദം. ആ 32ാമത്തെ ശ്ലോകത്തിലുണ്ട്. എങ്ങനെയാ മനുഷ്യർക്ക്, പശുക്കൾക്ക് ഒക്കെ കുട്ടിയുണ്ടാകുമ്പോൾ ഒരു മൂടുപടം ഉണ്ടെന്നാണ് പറയുക. ജരായു പരിവേഷ്ടിതം, അതാണ് ജരായുജം. പിന്നെ സ്വേദജം, ചൂടിൽ നിന്ന് എന്താ സൃഷ്ടിയുണ്ടാകും. അണ്ടജോദ്ഭിദം, അണ്ടജം പക്ഷികളുടെ മുട്ടയിടുക, മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാവുക. അണ്ടജം. ഉദ്ഭിദം, അത് പറയല്ലേ മഴക്കാലത്ത് മണ്ണിൻ്റെ അടിയിലെ നെല്ല് വിത്തോ പയറോ കടലോ ഒക്കെ ഇട്ടാൽ മുളച്ചു വരും. മുട്ടയായിട്ടും മൂടലായിട്ടും പൊട്ടി ഭൂമി പിളർന്നൂമി, ഇങ്ങനെ 4 തരത്തിലുള്ള സൃഷ്ടിയെപ്പറ്റി സൂചിപ്പിച്ചു. എന്താ കൂർമാവതാരത്തിൻ്റെ പ്രത്യേകത? അഷ്ടമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിൽ കൂർമാവതാരം. പക്ഷേ അതിൻ്റെ സാരാംശം എവിടെയാ? കഴിയുന്ന ദിവസം വായിക്കും. ദ്വാദശസ്കന്ധം 13ാമത്തെ അധ്യായം 2ാമത്തെ ശ്ലോകം. പൃഷ്ഠേ ഭ്രാമ്യത മന്ദരഗിരി ഗ്രാവാഗ്ര കണ്ടൂയനാൽ നിദ്രാലോ കമഠാകൃതേ ഭഗവത ശ്വാസാനില പാന്തുവ. അതല്ലേ സാരാംശം. കടൽ കണ്ടിട്ടില്ലേ? എന്നും തിരമാലകളുണ്ട്. കൂർമ്മമൂർത്തിയായ ഭഗവാൻ ആ സമുദ്രത്തിനടിയിലുണ്ട്. ആ ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ് തിരമാലകൾ. നാദ്യാപി വിശ്രാമ്യതി, ഭഗവാന് വിശ്രമമില്ല, എന്നും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നാരായണീയത്തിലും പട്ടേരിപ്പാട് ഭാഗവതം എത്ര പ്രാവശ്യം വായിച്ചത്? അവസാനത്തെ ദശകത്തിലും കൂർമാവതാരത്തിന് പ്രാധാന്യം കാണിച്ചു. പ്രണതജന മനോ മന്ദരോദ്ധാര കൂർമ്മം. പ്രയാസങ്ങളാകുന്ന കാര്യങ്ങളെ മാറ്റിവെച്ച് മനസ്സിനെ ഭഗവാന്റെ അടുക്കലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു ഗുരുവായൂരപ്പൻ. പ്രണതജന മനോ മന്ദരോദ്ധാര കൂർമ്മം. മലയാളത്തിന് കൂട്ടക്ഷരം എന്ന് പറയും. തത്ത 2 തായ, അമ്മ 2 മായ, കപ്പ 2 പായ. പക്ഷേ ഷ വെച്ച് കൂട്ടക്ഷരം മലയാളത്തിലില്ല. 2 ഷ. ഭാഗവതത്തിലുണ്ട്. 1-ാം ദിവസം വായിച്ചു 1-ാമത്തെ സ്കന്ധം. അതിൽ 15-ാമത്തെ അധ്യായം അർജുന വിഷാദയോഗം. യൽ ദോഷുമാം പ്രണിഹിതം. ധർമ്മപുത്ര മഹാരാജാവിനോട് അർജുനൻ ഭഗവാൻ ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നരസിംഹമൂർത്തിയുടെ കൈകളിൽ പ്രഹ്ലാദൻ സുരക്ഷിതനായിരുന്നു. ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരായിരുന്നു. യൽ ദോഷു 2 ഷകാര. പക്ഷേ ഒരുപാട് ശ്രദ്ധിച്ചു. ഞാനും എവിടെയെങ്കിലും ചേർക്കണ്ടേ 2 ഷകാരം. കൂർമാവതാരം നാരായണീയം. പ്രാദുഷൻ പ്രത്യക്ഷപ്പെട്ടിരുന്ന 2 ഷകാരം. പ്രാദുഷൻ. നോക്കൂ, ഈ 2 ഘട്ടങ്ങളിലേ. അപ്പോൾ നാരായണീയം അതേ ഭട്ടേരിപ്പാട് എവിടെയൊക്കെ കൂടുതൽ ശ്രദ്ധ കാണിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നാരായണത്തിലെ ഏത് ശ്ലോകം ഏറ്റവും നല്ലത്? എല്ലാ ശ്ലോകവും നല്ലതാണ്. ശർക്കരയ്ക്ക് എവിടെയാണ് മധുരമില്ലാത്തത്? ശർക്കര മുഴുവൻ മധുര. എന്നാലും മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൃഷ്ണാവതാര ദശകം 38 അതിലെ 2-ാമത്തെ ശ്ലോകം നാരായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം അതാ. ഏതാത്? ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയും. എന്ന് വെച്ചാലോ, ഒരു ശ്ലോകത്തിലെ ഓരോ വരിയിലെ 2-ാമത്തെ അക്ഷരം ഒരുപോലെ ഇരിക്കും. ഒരു ശ്ലോകത്തിൽ മാത്രമേ ഉള്ളൂ. 1034 ശ്ലോകങ്ങൾ നാരായണീയത്തിൽ. ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിരാപ്തി വിവശേഷു ച
സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹ ത്രിജഗതാന്ത്വം ഇഹ അഭിലാസി. ഇത് നാരായണീയത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. മലയാളികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സജാതീയ ദ്വിതീയാക്ഷരപ്രാസം ഉള്ള ഒരേ ഒരു ശ്ലോകം അതാ. അതുപോലെ 65-ാമത്തെ ദശകവും കാണാം. നാരായണത്തിൻ്റെ പ്രത്യേകത പണ്ടൊക്കെയാണ് ഈ കൊച്ചുകുട്ടികൾ ചോദിക്കും, ഇന്ന് കൊച്ചുകുട്ടികൾ പഠിക്കുന്നില്ല എന്നർത്ഥം. ദശകം എന്ന് വെച്ചാൽ 10 എന്നർത്ഥം, 10 ശ്ലോകം വെച്ചാൽ. പക്ഷേ ചിലരൊക്കെ വ്യത്യാസമുണ്ട്. 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. 4-ാമത്തെ ദശകത്തിൽ 15 ഉണ്ട്. ശമ്പളം കൂട്ടിക്കിട്ടിയ എല്ലാവർക്കും സന്തോഷമാണ്. ശമ്പളം കുറഞ്ഞാലോ സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ രാസക്രീഡ വർണ്ണിക്കും 5 അധ്യായം. അതിൽ 65-ാമത്തെ ദശകം, ഹെഡിങ് ദശകം എന്നാ. 10 ശ്ലോകം വേണം, 9 ശ്ലോകമേ ഉള്ളല്ലോ. കുട്ടികളാണെങ്കിൽ ചോദിക്കും, പറയും നമ്മളെപ്പോലെ അല്ല ഭട്ടതിരിപ്പാടെ, വ്യാകരണമേ ജീവിതം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. വ്യാസൻ, പാണിനി, ഭർതൃഹരി, ഇതൊക്കെ വ്യാകരണമേ ജീവിതം. അത് വേണ്ടതാണ്. അത് എന്താ, അത് ഭട്ടതിരിപ്പാടിന് സമാധാനം പറയാനുണ്ട്. അമ്പലങ്ങളിൽ വിശേഷപ്പെട്ട ദിവസം നവകാഭിഷേകം എന്ന് പറയും. 9 കലശങ്ങൾ പൂജിച്ച് ഭഗവാനഭിഷേകം. നടുക്കലത്തെ കലശത്തിന് എന്താ ബ്രഹ്മകലശം എന്ന് പറയും. 8 ചെറിയ കലശങ്ങൾ, 16 എന്താ ചന്ദ്രഭഗവാന്റെ കലകൾ, 10 അഗ്നിഭഗവാന്റെ കലകൾ, 12 സൂര്യഭഗവാന്റെ കലകൾ ആ കുളത്തിൽ അല്ലെങ്കിൽ പാത്രത്തിലുണ്ട്. അത് ഭഗവാൻ അഭിഷേകം. അപ്പോൾ ഗോപികമാരുടെ ഭഗവാന്റെ അടുക്കലേക്കുള്ള പരിപൂർണ സ്നേഹ ഭക്തി സമർപ്പണം. അതാണ് 65-ാമത്തെ ദശകം. സർവം വിസൃജ്യ മുരളീരവ മോഹിതാസ്തേ കാന്താരദേശം ആയി കാന്തതനോ സമേതാഹ. അപ്പം അവരുടെ ഭക്തി ഓടുകൂടിയുള്ള യാത്ര എന്തായി? നവകാഭിഷേകമായിട്ട് വിചാരിക്കണം ഗുരുവായൂരപ്പ. ഏതായാലും ആ കൂർമ്മമൂർത്തിയുടെ പ്രാധാന്യം ഇവിടെ കാണിച്ചു. പിന്നെ ഉത്തരഗുരു എന്ന പുണ്യഭൂമിയിലെ സാക്ഷാൽ ഭൂമിദേവി വരാഹമൂർത്തിയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതും കൊച്ചുകുട്ടികളൊക്കെ പഴയ കാലത്താണ് ചോദിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ ചന്ദനം ചാർത്ത് പതിവുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെയാണ് പതിവ്. പക്ഷേ ഭാഗവത സംസ്കാരം, നാരായണീയ സംസ്കാരം 1-ാം ദിവസം വരാഹാവതാരം. എന്തുകൊണ്ട്? ഭൂമിദേവിയെ ഉദ്ധരിച്ച കഥ. ഭൂമിയില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഇരിക്കണ്ടേ, കിടക്കണ്ടേ, നടക്കണ്ടേ? അപ്പോൾ വരാഹം അതിനൊക്കെ പല പല അർത്ഥ. ശ്രേഷ്ഠമായ പകൽ വരാഹം. 7 ദിവസം നമുക്ക് വരാഹ ഭഗവാന്റെ ഇവിടെ ഏതാനും ദിവസം കൂടുതൽ ഭഗവാന്റെ കഥകൾ പറയുന്നത് പകലുകൾ. അതാണ് വരാഹം. ഭൂമിദേവി പറയാ, അഹം വരാ, ഞാൻ ശ്രേഷ്ഠയാണ്, ഞാൻ പുണ്യവതിയാണ്, ഞാൻ ഭാഗ്യവതിയാണ്, എന്നെ ഭഗവാൻ രക്ഷിച്ചു. അഹം വരാ, വരാഹം എന്ന് പറഞ്ഞാൽ പോരല്ലോ. വിഷ്ണു സഹസ്രനാമമൊക്കെ നമുക്ക് പരിചയമുണ്ടില്ലേ? പരിചയമുണ്ടെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതൽ വേണ്ട. 15 മിനിറ്റ് സമയം കിട്ടിയില്ലെങ്കിലോ എളുപ്പ വഴി 5 മിനിറ്റ് പോലും വേണ്ട. അവസാനത്തെ 16 നാമം ഏതാത്? ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമകാലന എന്ന് തുടങ്ങി സർവപ്രകരണായുധ. എന്താ അതിൻ്റെ പ്രത്യേകത? വൈഖാന. ഒറ്റ വാക്കുകൊണ്ട് വരാഹാവതാരം കഥ മുഴുവൻ വേദവ്യാസ മഹർഷി നമ്മളെ പഠിപ്പിക്കുക. ഭാഗവതത്തിൽ 6 അധ്യായം, നാരായണീയത്തിൽ 2 ദശകം. ഇതൊക്കെ വായിക്കാൻ പറ്റുമോ എന്നും? അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു നാമം ഉച്ചരിച്ചാൽ മതി. വൈഖാനായ നമ. എന്താ അത്? വിശേഷേണ ഖനനം ചെയ്തു പോയവൻ വൈഖാന. രസാതലം വരെ പോയി
അപ്പോൾ വൈഹാനായ നമ വരാഹാവതാരം മുഴുവൻ കഴിഞ്ഞു. വേദവ്യാസ മഹർഷിയെ എത്ര പ്രാവശ്യം നമസ്കരിക്കണം? പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗതാഗ്രജ. കുചേലവൃത്തം കഥ മുഴുവൻ ഒറ്റ വാക്കിൽ. പ്രഗ്രഹ പിടിച്ചുപറിക്കാരൻ. സുദാമാവിൻ്റെ മടിയിൽ നിന്നും ഭഗവാൻ വരമായിട്ട് സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ഇതൊക്കെയാണ് ഇവിടെ സത്സംഗം എന്ന് പറയും ഇല്ലേ? എന്താ സത്സംഗത്തിൻ്റെ പ്രത്യേകത? സത്സംഗാൽ ജായതേ ജ്ഞാനം, പുതിയ അറിവുണ്ടാവുക. സത്സംഗാൽ ലഭതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷം അശ്നുതേ. അവസാനം മോക്ഷം ലഭിക്കണം. എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, പ്രായമായവർ ചിന്തിക്കണത് എങ്ങനെയാ? മരണം എങ്ങനെ വേണം? രാത്രി ഉറങ്ങാൻ കിടക്കുക, രാവിലെ എഴുന്നേക്കരുത്. ഇതാണ് സുഖമായിട്ടുള്ള മരണം. എത്ര പേർക്ക് സാധിക്കും? തൊയ് ഭക്തി അചഞ്ചല. ജനിക്കുമ്പോൾ അമ്മയ്ക്കും കുട്ടിക്കേ പ്രയാസമുള്ളൂ. മരിക്കുമ്പോൾ അങ്ങനെയാണോ? വേണ്ടപ്പെട്ടവർക്കൊക്കെ പ്രയാസം. അപ്പോൾ അത് വരരുത്. അനായാസേന മരണം. അതിനെന്ത് വേണം? സത്സംഗം വേണം. ഭാഗവതം മുഴുവൻ സത്സംഗത്തിൻ്റെ കഥയല്ലേ? ആഹ്ലാദത്തിൽ കണ്ടില്ലേ? നാരദ മഹർഷിയുമായിട്ടുള്ള സത്സംഗം. ഭക്തിദേവിക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക്, നാരദ മഹർഷിക്ക് പിന്നീട് സനകാദി യോഗീശ്വരന്മാരുമായിട്ടുള്ള സത്സംഗം. പിന്നെ ഭാഗവതം 1-ാം ദിവസം എന്നറിയാം ഇല്ലേ? ചതുശ്ലോകി ഭാഗവതം ബ്രഹ്മാവിന് ഉപദേശിച്ചു. അവിടെ തേനേ ബ്രഹ്മഹൃദ, അർത്ഥം പറയുമ്പോൾ അങ്ങനെയല്ലോ. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ, സപ്തമി വിഭക്തിയായിട്ട് അർത്ഥം പറയുക. പക്ഷെ തൃതീയ വിഭക്തിയാണ്. തേനേ ബ്രഹ്മഹൃദ, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ കൂടി ഉല്ലോല കല്ലോലിനിയായ സ്വരരാഗംഗ പ്രവാഹമായ ഭാഗവതം ഒഴുകി. എങ്ങോട്ടൊഴുകി? നാരദ മഹർഷിക്ക് സത്സംഗം. നാരദ മഹർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു. നാരദ മഹർഷി വേദവ്യാസന് ഉപദേശിച്ചു. വേദവ്യാസൻ ശീശോബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു. ശീശോബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു. അപ്പം അടുത്ത് ശ്രദ്ധയോടെ കേട്ടു. രോമഹർഷണൻ്റെ മകൻ രൗമഹർഷിണി, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേട്ട ഉഗ്രശ്രവസ്. അതാണ് സൂതം പറയുന്നത്. എന്നാൽ ശുക ഗീതമാകും ഭാഗവതം സമ്പൂർണമായി എന്നാലാവും വണ്ണം പാടി കേൾപ്പിക്കാൻ നിന്നെ. കഥ പറയുന്ന ആചാര്യൻ്റെ വിനയം, ലാളിത്യം. യഥാതീതം യഥാ മദീന. അപ്പോൾ ഭൂമിദേവി വരാഹമൂർത്തിയുടെ പ്രാധാന്യം പറഞ്ഞാൽ തീരില്ല. മഹാവരാഹോ ഗോവിന്ദ. മഹർഷിമാരുടെ സ്തുതിയിലുണ്ട്. എന്താ പ്രത്യേകത? നമോ നമസ്തേ ഖില മന്ത്രദേവതാദ്യവ്യായ സർവകൃതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിത ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമ. 4 പ്രാവശ്യം നമസ്കാരം. ആദ്യം 2 പ്രാവശ്യം, പിന്നീട് അവസാനവും 2 പ്രാവശ്യം. നമോ നമസ്തേ ഖില മന്ത്രദേവതാദ്യവ്യായ സർവകൃതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമ. തിരുവനന്തപുരത്ത് വരാഹമൂർത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്ഷേത്രവുമുണ്ട്. ലളിതാസഹസ്രനാമം വരാഹമൂർത്തിയുടെ പ്രാധാന്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. പരാശക്തി സഞ്ചരിക്കുന്നത് വരാഹങ്ങൾ പൂട്ടിയ രഥത്തിലാണ്. കൃത്വാഗ്രദംഷ്ടേ നിരകാതുധന്വത ക്രീഡന്യവേവ പ്രണതാസ്മിതം വിഭൂമിതി. അടുത്ത പുണ്യഭൂമി കിംപുരുഷവർഷം. അവിടെ സീതാദേവിയോടുകൂടി ലക്ഷ്മണകുമാരനോടുകൂടി വിരാജിക്കുന്ന
ശ്രീരാമേന്ദ്രസ്വാമിയെ പരമഭക്തനായ ആഞ്ജനേയസ്വാമി നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു, വന്ദിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം ആരാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആഞ്ജനേയസ്വാമിയാണ്. ശ്രീരാമേന്ദ്രസ്വാമി നമസ്കരിക്കുന്നു. കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങളാണ്. വാൽമീകി രാമായണത്തിലുണ്ട്, അങ്ങ് ചെയ്ത ഒരു ഉപകാരത്തിന് ഞാൻ എൻ്റെ പ്രാണൻ ദാനം ചെയ്യുന്നു. ഏകൈകസ്യ ഉപകാരസ്യ പ്രാണൻ ദാസ്യാമി തേ കപേ ശേഷാണം ഉപകാരാണം ഭവാമ ഇണിനോ വയം. ഞാനെന്നും കടപ്പെട്ടവനാണ് അങ്ങയോട്. അങ്ങയ്ക്ക് ഉപകാരം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. അതാണ് ഹനുമാൻ സ്വാമി, അതാണ് ശ്രീരാമൻ. പിബാരേ രാമരസം രസനേ, പിബാരേ രാമരസം രസനേ, ജനന മരണ ഭയ ശോക വിദൂരം. ജനന മരണ ഭയ ശോക വിദൂരം. സകല ശാസ്ത്ര നിഗമ ആഗമ സാരം. സകല ശാസ്ത്ര നിഗമ ആഗമ സാരം. പിബാരേ രാമരസം രസനേ, പിബാരേ രാമരസം. ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ സൂര്യഭഗവാന്റെ അടുക്കൽ പോയി വിദ്യ പഠിച്ചത്? ഒരാളേ ഉള്ളൂ. പുരാണങ്ങളൊക്കെ പരിശോധിക്കൂ, ഹനുമാൻ സ്വാമി മാത്രം. തപന പവനയോറിയ പ്രാപ്തവാൻ പുത്രഭാവം. ഗുരുനാഥനെ അച്ഛനെ പോലെ ബഹുമാനിക്കണമെന്ന, ആ ഗുരുനാഥൻ ശിഷ്യനെ മകനെപ്പോലെ കണക്കാക്കണമെന്ന. തപന പവനയോറിയ പ്രാപ്തവാൻ പുത്രഭാവം. ഹനുമാൻ സ്വാമി പറയുക, ആരാമകൽപ്പവൃക്ഷാണ്. കൽപ്പവൃക്ഷം എന്നതിൻ്റെ അർത്ഥം തന്നെ ചോദിക്കുന്നതൊക്കെ തരുന്ന വൃക്ഷ. ഇതങ്ങനെയല്ല, കൽപ്പവൃക്ഷങ്ങളുടെ പൂന്തോട്ടമാണ് ശ്രീരാമേന്ദ്രസ്വാമി. ആരാമ കൽപ്പവൃക്ഷാണ്. വിരാമ സകല ആപദ. എല്ലാ ആപത്തുകളും മാറുന്നു രാമ എന്നുച്ചരിച്ചാൽ. അഭിരാമ ത്രിലോകാനാം. 3 ലോകങ്ങളിൽ വെച്ച് സൗന്ദര്യം എൻ്റെ ശ്രീരാമേന്ദ്രസ്വാമിക്കാണ്. രാമശ്രീമാൻ സ ന പ്രഭു. നമ്മളോടാ പറയണേ, നമ്മുടെ എല്ലാവരുടെയും രക്ഷകൻ നാഥൻ ശ്രീരാമേന്ദ്രസ്വാമിയാണ്. നമ്മൾ സാധാരണ വായിക്കുന്നത് കിളിപ്പാട്ട്. സകല ശുഖകുല വിമല തിലകിതകടേവരെ സാരസ്യ പീയൂഷ സാരസർവസ്വമി കഥയ മമ കഥയ മമ. കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര. 200-ലധികം ഗ്രന്ഥങ്ങൾ ശ്രീരാമനെ പറ്റിയുണ്ടെന്ന പല രാമായണ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഭക്തൻ കമ്പരാമായണം, തുളസീദാസൻ്റെ വക രാമായണം വേറെ, അധ്യാത്മരാമായണം വേറെ. കമ്പരാമായണ കൊമ്പനാന. പമ്പയിൽ ചെന്നാലും വെള്ളമില്ല. പമ്പാനദിയിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ, ആഴം ഇല്ലാഞ്ഞിട്ടാണോ ഈ രാമായണത്തിൻ്റെ യോഗ്യത? കമ്പരാമായണ കൊമ്പനാന. പമ്പയിൽ ചെന്നാലും വെള്ളമില്ല. തിരുവല്ലായിരപ്പുറേ കണ്ണശ രാമായണം കണ്ണശ പണിക്കരെഴുതി. കണ്ണശ രാമായണ കഥ കേൾക്കുകിൽ കാതുകൾക്ക് ആനന്ദം എന്തു ചൊല്ലാവതു. രമയതി ഇത് രാമ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. മർത്യാവതാരസ്തിക മർത്യശിക്ഷണം. നമ്മളെ ഓരോ ധർമ്മം പഠിപ്പിക്കുക. രാജാവിൻ്റെ ധർമ്മം, അച്ഛൻ്റെ ധർമ്മം, എളിമ, വിനയം, ലാളിത്യം. ശ്രീരാമേന്ദ്രസ്വാമി ചോദിച്ചു, നിന്നെ ഞാൻ വൈകുണ്ഠലോകത്തിൽ ഉന്നതമായ സ്ഥാനം തന്ന് ബഹുമാനിക്കട്ടെ? വേണ്ട. ദാസോഹന്തവ 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 ദാശരഥേ.
അങ്ങയുടെ ദാസനായിട്ടിരുന്നാൽ മതി. അപ്പം എന്തായി? അവനത് സമ്മതിക്കില്ല. രാമനാമം ജപിച്ചാൽ ഈശ്വരനായിട്ട് മാറാം. എത്രയെത്ര രഘുനാഥകീർത്തനം തത്വതത്വകൃത മസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം. സരയൂ നദിയിലെ മുങ്ങു, എല്ലാവർക്കും മോക്ഷം തരാം. നമ്മളെ ഒക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ജീവിതം എപ്പോഴാണ് വിജയിക്കുക? ആൺകുട്ടി നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരിക, പെൺകുട്ടിയെ യോഗ്യതയുള്ള ഒരു പുരുഷനെ ഏൽപ്പിക്കുക. അപ്പോഴാണ് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതം എന്താ സഫലമാവുക. ദശരഥൻ മാതൃക കാണിച്ചു. എന്താ അത്? ആദ്യത്തെ ഭാര്യ കൗസല്യയിലുണ്ടായി ഒരു മകള്, പേര് ശാന്ത, നവമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദശരഥൻ്റെ കൂട്ടുകാരൻ വന്നു, ലോമപാദൻ. അങ്ങ് കുറച്ച് നാൾ മകളെ വളർത്തിയില്ലേ, എനിക്ക് കുട്ടികളൊന്നുമില്ല, ഈ കുട്ടിയെ വളർത്താനായിട്ട് മകളായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ എന്നെ അനുഗ്രഹിക്കണം. ദശരഥന് ഒരു മടിയും തോന്നിയില്ല. നമുക്ക് 10 പെൺമക്കളുണ്ടെന്ന് നിൽക്കുക, വിവാഹം കഴിച്ചു കൊടുക്കും, അല്ലാതെ വളർത്താനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കാറില്ല. ഇത് ആറ്റുനോറ്റുണ്ടായ ശാന്ത എന്ന പെൺകുട്ടിയെ തൻ്റെ കൂട്ടുകാരൻ ധോമപാദൻ വന്ന് ചോദിച്ചപ്പോൾ വളർത്താനായിട്ട് കൊടുത്തു. വിവാഹപ്രായമെത്തിയപ്പോൾ ഋഷ്യശൃംഗൻ എന്ന മഹാത്മാവിന് ആ ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു. ഋഷ്യശൃംഗ ചരിതം ശ്രവിക്കുവോർക്കശ്വമേധമഹ പുണ്യസഞ്ചയം. ഋഷ്യശൃംഗൻ എന്ന പേര് കേട്ടാൽ മതി, അശ്വമേധയാഗ ഫലം ചെയ്ത പുണ്യം നമുക്ക് കിട്ടണം. ഈ ഋഷ്യശൃംഗം വരേണ്ടി വന്നു. പുത്രകാമേഷ്ടിയാഗം നടത്തി ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. നോക്കൂ, മകളെ വിവാഹം കഴിച്ചയാളുടെ മാഹാത്മ്യം. ശാന്ത എന്നുപേരുടെ മകളെ വിവാഹം കഴിച്ച ഋഷ്യശൃംഗം വരേണ്ടി വരുന്നു പുത്രകാമേഷ്ടിയാഗം നടത്താൻ. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുക. പെൺകുട്ടിയാണെങ്കിൽ യോഗ്യതയുടെ ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ആൺകുട്ടിയാണെങ്കിൽ യോഗ്യതയുടെ കുടുംബത്തിന് ആ പെൺകുട്ടിയെ ലഭിക്കാൻ സാധിക്കണം. രാമായണ കഥയൊക്കെ ഇനി വിസ്തരിച്ച് ഇവിടെ പറയും. മനുഷ്യര് ഭട്ടേൽപ്പാട് നാരായണത്തിലെ കരഞ്ഞുകൊണ്ടാണോ ആ ദശക അവസാനിപ്പിച്ചേക്കുന്നത്? വിശ്ലേഷാർത്ഥി നിരാഗസ്ത്യജനമവിഭവേൽ കാമധർമ്മ അതിശക്തിയ. ഇത്രയേറെ ധർമ്മബോധം. രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമോ വിഗ്രഹവാൻ സ്നേഹ, രാമോ വിഗ്രഹവാൻ സത്യം. സത്യം കാണാൻ പറ്റുമോ? ധർമ്മം കാണാൻ പറ്റുമോ? സ്നേഹം കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അതാണ് ശ്രീരാമേന്ദ്രൻ. അടുത്ത പിന്നെ ധാരാളം നദികളുടെ പേരൊക്കെ പറഞ്ഞു ആ അധ്യായത്തിൽ. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞില്ലല്ലോ, നരനാരായണമൂർത്തിമാർ, നരനാരായണ പർവ്വതം, ബദരീനാഥം, അവിടെ എന്താ ശ്രീനാരദ മഹർഷി വർണ്ണിച്ചുകൊണ്ടിരിക്കുക. ഭാരതേപി വർഷേ, ഭാരതം എന്ന വാക്കിന് തന്നെ നല്ല നിഷ്പത്തിയാണ്. ഭാതി സർവേഷു വേദേഷു, രവി സർവേഷു ജന്തുഷു, തരണം സർവതീർത്ഥാനാം, തസ്മാൽ ഭാരതം ഉച്യതേ. ആർഷഭാരതം. ഭാരതം ആരുടെയാ? നമ്മുടെ അല്ല, മഹർഷിമാരുടെയാ. ഭാഗവതത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മഹാവിഷ്ണുവിൻ്റെയാണ് ഭാഗവതം, ബ്രഹ്മദേവൻ്റെയാണ് ഭാഗവതം, നാരദ മഹർഷിയുടെ ഭാഗവതം, വേദവ്യാസൻ്റെ ഭാഗവതം, ശേഷോപി മഹർഷിയുടെ ഭാഗവതം. ഇതുപോലെ ആത്മാക്കളുടെയാണ് ഭാരതം. നമ്മുടെ അമ്മയായ ഭൂമിദേവി വേദവതി തന്നെ പറയാ. ആരാ അമ്മ? നമ്മുടെ മാതാഭൂമി. പുത്രോഹം പൃഥിവ്യാ, ഭൂമിദേവിയുടെ പുത്രന്മാരാണ് നമ്മൾ. സത്യം വദ ധർമ്മം ചര, സത്യാത് നാ പ്രമതിതവ്യം, ധർമാത് നാ പ്രമതിതവ്യം. ഇതൊക്കെയാണ് നമ്മുടെ സന്ദേശം. അതാണ് നരനാരായണമൂർത്തിമാർ നമ്മളെ പഠിപ്പിക്കുന്നു. നാരദ മഹർഷി ഭാരതഭൂമിയുടെ യോഗ്യത ദേവലോകങ്ങളില്ലാത്ത നയത്ര വൈകുണ്ഠകഥാസുധാഭഗ. പ്രഥമ മഹാരാജാവ് ആവശ്യപ്പെട്ടില്ലേ, വിതൽസ്വ കർണായുധം ഏഷമേ വര മഹത്തമാന്തൽ ഹൃദയന്മുഖച്യുതോ
വിതൽസ്വ കർണായുധമേഷമേ വര. എനിക്ക് 10,000 ചെവികൾ വേണം. എന്തിനാ? 1000 ശ്രീമദ് ഭാഗവതപ്പാഠം ഒരേ സമയത്ത് കേൾക്കാൻ. എന്താ ഭഗവാന്റെ കഥയുടെ പ്രത്യേകത? മഹാന്മാരുടെ ഹൃദയമരത്തിൽ നിന്നും അനർഗളം വിനർഗടിച്ച ഉദ്ലോല കല്ലോലിനിയായ സ്വരരാഗ ഗംഗാ പ്രവാഹം. അതാണ് ഭാഗവതം. പിന്നീടാണ് എന്താ പ്രിയവ്രതൻ്റെ രഥത്തിൻ്റെ സഞ്ചാരം കൊണ്ടായ ആ ദ്വീപുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് 3 അധ്യായങ്ങൾ എന്താ ആകാശത്തിലെ ദേവന്മാർ ഗോളങ്ങളെ നമസ്കരിക്കുക. സൂര്യഭഗവാന്റെ അടുക്കൽ പോകാൻ പറ്റുമോ? ചന്ദ്രഭഗവാന്റെ അടുക്കൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം രാവിലെ എഴുന്നേറ്റാൽ ആകാശത്തെ നോക്കി നമസ്കരിക്കുക. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. ആകാശത്തെ നോക്കി നമസ്കരിക്കുക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഗ്രഹം പ്രാധാന്യമുള്ള ഗ്രഹം, എല്ലാം പ്രാധാന്യമുള്ളതാണ്. എന്നാലും സൂര്യഭഗവാൻ പുരാണാർക്കോധുരോദിത, ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, പുരാണങ്ങളിലെ സൂര്യനായി ശ്രീമദ് ഭാഗവതം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യം സവിതാതനോതു ഭവതാം. സൂര്യഭഗവാനെ നമസ്കരിക്കൂ, ആരോഗ്യം തരുന്നു. ആദിത്യ നമസ്കാരം പ്രധാനം. അലങ്കാരപ്രിയോ വിഷ്ണു. മഹാവിഷ്ണുവിന് എത്ര അലങ്കാരമായാലും മതിയാവില്ല. മഹാദേവൻ അങ്ങനെയല്ല. 1000 കുടം ധാര, 1000 കുടം ധാര, 1000 കുടം ധാര ഗംഗാനദിയായി എന്നും പ്രവഹിക്കുന്നു. നമുക്ക് കാണാം. അഭിഷേകപ്രിയോ രുദ്ര. സൂര്യഭഗവാൻ പറയാ, ഇതൊന്നും വേണ്ട എനിക്ക്. നമസ്കാരപ്രിയോ ഭാനു. സൂര്യഭഗവാനെ നമസ്കരിച്ചാൽ മതിയെന്ന. സന്താപനാശാകരായ നമോ നമ. അന്ധകാരാന്താകരായ നമോ നമ. ചിന്താമണി ചിദാനന്ദായതേ നമ. നീഹാരനാശകരായ നമോ നമ. മോഹവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതം കാന്തിരൂപായതേ നമ. സ്ഥാവരജംഗമാചാര്യായതേ നമ. ദേവായ വിശ്വൈകദാക്ഷിണേ തേ നമ. സത്വപ്രധാനായ തത്വായതേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. ശ്രീരാമേന്ദ്ര സ്വാമിക്ക് ആദിത്യ ഹൃദയം എന്ന മന്ത്രം ജപിച്ചതിന് ശേഷമേ രാവണനെ ജയിക്കാൻ സാധിച്ചുള്ളൂ എന്നാ. അതുമാത്രം കിളിപ്പാട്ടിൽ തർജ്ജമ ചെയ്തിട്ടില്ല മന്ത്രം. പിന്നെ ജടായുവിൻ്റെ സ്തുതിയും തർജ്ജമ ചെയ്തിട്ടില്ല സംസ്കൃത ഭാഷ ആയതുകൊണ്ട്. അപ്പം എന്തായി? സൂര്യഭഗവാന് അച്ഛൻ്റെ സ്ഥാനം. ആരോഗ്യം സവിതാതനോതുപവതാം ഇന്ദുയശോ നിർമ്മലം. ചന്ദ്രഭഗവാന്റെ പ്രത്യേകത എന്താ? അമ്മയുടെ സ്ഥാനം, അമ്മാവൻ്റെ സ്ഥാനം, മനസ്സിൻ്റെ കാരകൻ. അമ്പടി അമ്മാവ മലയാളത്തിൽ പാട്ട്. ശ്രീകൃഷ്ണവിദാസിലുണ്ട് പശ്യമാധുര. യശോദാദേവി ഭഗവാനോട് പറയുന്നുണ്ട്, ആകാശത്ത് അമ്മാവനുണ്ട്, പശ്യമാധുരം. അപ്പം അമ്മാവൻ്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രഭഗവാൻ. ആ ഗ്രഹങ്ങൾ തമ്മിൽ സമന്മാർ, മിത്രങ്ങൾ, ശത്രുക്കൾ എന്ന ഭാവമൊക്കെ ഉണ്ട്. പക്ഷേ ശത്രുക്കളില്ലാത്ത ഒരേ ഒരു ഗ്രഹം ചന്ദ്രഭഗവാനാണ്. അപ്പോൾ പൗർണമി പൂജ ഇന്ന് പറഞ്ഞല്ലോ, ഇന്ന് വെളുത്ത വാവ. നോക്കൂ, ചന്ദ്രഭഗവാൻ സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ കഥ പറയുന്നില്ലേ, എൻ്റെ കഥ കേൾക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ചന്ദ്രഭഗവാൻ നമുക്ക് സൽകീർത്തി തരുന്നു, നന്മ തരുന്നു. ആരോഗ്യം സവിതാതനോദ്ഭവതാം ഇന്ദുയേശോ നിർമ്മലം. ഭൂതിയും ഭൂമിസുത. ചൊവ്വ എന്ന ഗ്രഹം ഐശ്വര്യം, ധനം തരുന്നു. ആഴ്ചകളിൽ അറിയാം, മലയാളത്തിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഹിന്ദി പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തില്ലേ? രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. വിസർഗയിച്ച സംസ്കൃതമായി 2 കുത്തിടുക. രവിവാര, സോമവാര, മംഗളവാര. അപ്പം മുത്തുസ്വാമി ദീക്ഷിതർ പറയാ, 7 ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചൊവ്വാഴ്ചയാണ്. മംഗളം നൽകുന്ന ദിവസം ചൊവ്വാഴ്ചയ്ക്ക് പേരുള്ളൂ. അങ്കാരകം ആശ്രയാമ്യകം വിനതാജനശ മന്ദാരം മംഗളവാരം ഭൂമികുമാരം വാരം വാരം. എത്ര പ്രാവശ്യം നമസ്കരിക്കണം? ഭൂമികുമാരം ഭൂമിദേവിയുടെ പുത്രനാണ്.
ജാതകം കണ്ടിട്ടുണ്ടാവും, കൂന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നുവെച്ചാലോ കുജൻ, കൂന്ന് വെച്ചാൽ ഭൂമി, ഭൂമിയുടെ മകനായതുകൊണ്ട് കുജൻ. ഭാഗവതം വായിക്കുന്നവർക്കൊക്കെ അറിയാമല്ലേ, നമ്മൾ 1-ാം ദിവസം വായിക്കും തൃതീയ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായമുണ്ട്. വിതുരനും അല്ല ഉദ്ധവനും വിതുരനുമായി കാണുന്ന രംഗം, ഉദ്ധവന് വിതുരനുമായിട്ടുള്ള സത്സംഗം. അപ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുജേന ദൃഷ്ടുവാഹരിയും ആർത്തബന്ധും, ജാതകം നോക്കുന്ന അത് ജാതകം അറിയാവുന്ന ഭാഗവതാചാര്യനാണെങ്കിലോ കുജന് കേൾക്കുമ്പോൾ ചൊവ്വാന്ന ധരിക്കുക. ഇവരെങ്ങനെയല്ല, നരകാസുരൻ, നരകോ ധരാസുത കുജേന ദൃഷ്ടുവ. ആ നരകാസുരൻ 16,100 കന്യകമാരെ കൊട്ടാരത്തിൽ കൊണ്ടു വെച്ചു എന്നൊക്കെ കഥയുണ്ട്. ഏതായാലും ഇവിടെ എന്താ, നമുക്ക് മംഗളം നൽകുന്ന ഗ്രഹം ചൊവ്വാഴ്ചയാണ്. സുധാംശുതനയ പ്രജ്ഞ, ചന്ദ്രഭഗവാന്റെ പുത്രൻ ബുധൻ. ബുധൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ, അറിവുള്ളവെന്ന. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നതും ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ്. അപ്പോൾ എന്തായി, ബുധനെ വിചാരിക്കുക, അറിവുണ്ടാകുന്ന. സുധാംശുതനയ പ്രജ്ഞ ഗുരുർ ഗൗരവ വ്യാഴാഴ്ച പറഞ്ഞല്ലോ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ തിരക്ക് വ്യാഴാഴ്ച. നമുക്ക് വേണ്ട അറിവ് നേട്ടങ്ങളൊക്കെ തരുന്നത് ഗുരുവായൂരപ്പനാണ്. ഗുരുർ ഗൗരവം. കാവ്യോ കോമള വാഗ്വിലാസം, നല്ല വാക്സാമർഥ്യം. നമ്മൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാവണം. എങ്ങനെ പ്രഭാഷണം നടത്തണം? പ്രഭാഷണം നടത്തേണ്ടത് എങ്ങനെയാണ്? അടുക്കളയിൽ ഓണക്കാലത്തൊക്കെ പതിവില്ലേ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, സന്തോഷത്തോടെ കരിച്ചിരി തമാശയായിട്ട്. ഇതുപോലെ പ്രഭാഷണം നടത്താവൂ. ഗൗരവമൊന്നും വേണ്ട, നമ്മൾ തെറ്റു പറയുന്നില്ല, നല്ല കാര്യമേ പറയാനുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ പറയും ടെൻഷൻ. എന്തിനാ നല്ല കാര്യം പറയുമ്പോൾ ടെൻഷൻ? ഒന്നും വേണ്ട. അപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് സന്തോഷത്തോടെ സംസാരിക്കാൻ സാധിക്കണം. അതാണ് പ്രഭാഷകൻ്റെ വിജയം. പപ്പലോ തടയലോ എന്നൊക്കെ പറയും. അത് പ്രഥമ മഹാരാജാവിൻ്റെ കഥയിലുണ്ട്. അദ്ദേഹം ഭഗവാന്റെ കലാവതാര. നമുക്കതുപോലെ കഴിവൊന്നുമില്ല. ചാരു ചിത്രപദം ശ്രഷ്ടം മൃഷ്ടം ഗൂഢം അവിക്രമം സർവേഷാം ഉപകാരാർത്ഥം സാരം സുഷ്ടു നിതം മധു. നമ്മൾ സാധാരണ മനുഷ്യരാ, കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. അതാവണം ആത്യന്തികമായ ലക്ഷ്യം. ഭക്തി ഉണ്ടാവണം. ജരാഹരോ ഭഗവതി, ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറയുന്നു ആദ്യത്തെ ദിവസം, ജനങ്ങൾക്ക് കൂടുതൽ സമയം നാമം ജപിക്കാൻ തോന്നണം, കൂടുതൽ സമയം നാരായണീയം വായിക്കാൻ തോന്നണം, കൂടുതൽ സമയം ഭാഗവതം വായിക്കാൻ തോന്നണം. ഇതാവണം ആചാര്യൻ്റെ പ്രവർത്തന ലക്ഷ്യം. അപ്പോൾ നല്ല വാക്സാമർഥ്യം. ശുക്രാചാര്യൻ അല്ലെങ്കിൽ വെള്ളി എന്ന ആഴ്ച വിചാരിക്കൂ. കാവ്യോ കോമളവാഗ്വിലാസമുതലം മന്ദോ മുതം സർവത. മന്ദൻ ശനി എന്നർത്ഥം. നമുക്ക് സന്തോഷം നടക്കുന്ന ദിവസം. സന്തോഷം നൽകാനെന്ത് കിട്ടാനെന്ത് വേണം? അയ്യപ്പസ്വാമിയെ പ്രത്യേകമായിട്ട് അത് ആരാധിക്കുക. മന്ദോമുദം സർവത രാഹുൽ ബാഹുബലം. അപ്പോൾ 7 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ചയാണ് നവഗ്രഹങ്ങളുടെ 7. രണ്ടെണ്ണേതാ? രാഹുൽ ബാഹുബലം. രാഹു എന്ന ഗ്രഹത്തെ വിചാരിച്ചോ, കൈകൾക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി. വിരോധി ശമനം. നമ്മളോട് ആർക്കണ വിരോധം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. കേതു കുലസ്യ ഉന്നതി. കേതു എന്ന ഗ്രഹത്തെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീട്, നമ്മുടെ നാട്, വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ നവഗ്രഹങ്ങൾ നമ്മുടെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ്. ചില സ്ഥലത്ത് പ്രയാസം വരുമ്പോൾ ചിലർ പറയുന്നൊരു വാക്കുണ്ട്, ഗ്രഹപ്പിഴ. ഗ്രഹപ്പിഴ ഒരിക്കലും അങ്ങനെ പറയരുത്. ഗ്രഹങ്ങൾക്ക് പിഴയില്ല. സൂര്യൻ എന്നും കിഴക്കാ ഉദിക്കുക, എന്നും പടിഞ്ഞാറ് ആശ്രമിക്കുക. ഇന്ന് വെളുത്തവാവ് ഇല്ലേ, വനേവ ഹർമ്മേവ സമകര നിപാതോ ഹിമകര. സൗന്ദര്യനഗരിയിൽ പറയുന്നുണ്ട്, വെളുത്തവാവ് ദിവസം ആ ചന്ദ്രപ്രകാശം എല്ലായിടത്തും ഒരുപോലെയാണ്. കാട്ടിലാണെങ്കിലും മാളികപ്പുറത്താണെങ്കിലും ഒരുപോലെയാണ്. വനേവ ഹർമ്മേവ സമകര നിപാതോ ഹിമകര. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ആ അധ്യായത്തിൻ്റെ അവസാനം അറിയാനില്ലേ, ഗ്രഹസ്ഥത ആരാമയം ആധിദൈവികം. 3 കാലങ്ങളിലായി അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് നമസ്യത, നമസ്കരിക്കണം എന്ന് തന്നെ പറയുന്നു. ഭാഗവത പരിചയമുള്ളവർക്കൊക്കെ അറിയാമില്ലേ, മിക്കവാറും അധ്യായങ്ങളിലെ നമസ്കാര ശ്ലോകമൊക്കെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയും. വടി വീണ പോലെ നമസ്കരിക്കുന്ന ചെണ്ട് പിശുക്ക് കാണിക്കും, തല മാത്രമേ ഇങ്ങനെ. അത് പാടില്ലെന്നാ. ജയതി ജയതി മാതാം. ആ മഹാത്മ്യത്തിലെ
ഒന്നാമത്തെ അധ്യായ അവസാനമുണ്ട്. യസ്യ കാലാധവസ്തേ വചനരചനമേകം കേവലം ജാഗരയ്യ ധ്രുവമതമഭിയാതോ യക്ഷവാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം. ഭക്തിദേവി ശ്രീലിംഗായോണ്ട് നറാസ്മി, അത് മാലിനി വിട്ട നനമയ യുഗമക്ഷ്യൽ തഷ്ടണം മാലിനിക്ക്. അപ്പോൾ എന്തായി? നനമയ എഴുതേയം മാലിനി ഭോഗിലോകൈ എന്ന സംസ്കൃതം, അത് മാലിനി വിട്ട. ഇനി മത്സ്യാവതാരം അവസാനത്തെ ശ്ലോകം എടുക്കൂ. എന്താ? അവിടെയും ഇമ്മമീനം നവോസ്മി, അവിടെയും മാലിനി വിട്ട. അല്ലെ മുചുകുന്ദൻ്റെ സ്തുതി അവസാനം, അതും പാഹ്യം ആപന്നമീശ, അതും മാലിനി വിട്ട. അതിൽ ഉദ്ധവൻ്റെ ബദരീയാത്ര, അതിൻ്റെ അവസാനവും കൃഷ്ണസപ്നം നവോസ്മി, അതും മാലിനി വിട്ട. ഇനി ശങ്കരമോഹനം അവസാനം ഇല്ലേ, കാമപൂരം നവോസ്മി, അതും മാലിനി വിട്ട. അവസാനം 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം, ആ ശ്ലോകം 12ാമത്തെ അധ്യായം തത്വദീപം പുരാണം തമഹിലഭുജിനഗ്നം വ്യാസസൂനും നവോസ്മി. അപ്പോൾ നമസ്കാര ശ്ലോകങ്ങൾ മിക്കവാറും മാലിന്യ വിട്ട. ആണുങ്ങളോടാ പറയണേ, തല മുട്ടിച്ചാൽ പോരാ, നിലത്ത് വീണ് നമസ്കരിക്കണം, സാഷ്ടാംഗ നമസ്കാരം. അത് ശങ്കരാചാര്യ, അത് കാളിദാസൻ നമ്മളെ പഠിപ്പിച്ചു ഇല്ലേ. ആ പഞ്ചമസ്കന്ധത്തിൻ്റെ പ്രത്യേകത തന്നെ. പഞ്ചമസ്കന്ധത്തിൽ ഗദ്യപ്രവാഹാമം പഞ്ചാര പായസം ഉണ്ണാം, പിന്നെ എന്താ യജുർവേദം ചെല്ലുന്ന പോലെ എന്നൊക്കെയാണ് പഴയ ഗുരുനാഥന്മാർ പറയാറുള്ളത്. പഞ്ചമസ്കന്ധത്തിൻ്റെ വർണ്ണന എങ്ങനെയാണ്? അപ്പോൾ കാളിദാസനിത് കണ്ടിട്ടാണ് കാളിദാസൻ്റെ ആദ്യത്തെ സംഭാവന ശ്യാമളാദണ്ഡകം. ഉഷ്ടാദണ്ഡകം വാങ്ങിച്ച് വായിക്കേണ്ടതാണ്. ജയജന്യ സമുദ്രാന്ത ഉദ്യന്മണിദ്വീപ സംരൂഢ വിദ്വാടീമത്യ കൽപ്പദ്വാകൽപ്പ കാദംബ കാന്താരവാസപ്രിയേ കെട്ടിവാസപ്രിയേ സർവലോകപ്രിയേ പ്രഭുവ ലക്ഷ്മീശ ദൈത്യേശ യക്ഷേശ എന്ന് തുടങ്ങി എന്തൊക്കെയാ ശ്വാസം മുട്ടുള്ളവർക്ക് വായിക്കാൻ പറ്റില്ല. കാരണം 68-70 എന്താ അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് ആ ശ്ലോകം തീരുന്ന. കിന്നസിദ്ധ്യൽവപു ശ്യാമളം കോമളം ചണ്ഡചൂടാന്വിതം താപഗന്ധ്യായത തസ്യ ലീലാസരോവാരിതി തസ്യ കേടീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ കീർദേവതാ കിങ്കരി തസ്യ ആജ്ഞാകരി ശ്രീസ്വയം. ഉണ്ണിഗണപതി പറയാ ഗദ്യഗാനപ്രിയായ നമ. ഉണ്ണിഗണപതി സഹസ്രനാമത്തിലുണ്ട് ഗദ്യഗാനപ്രിയായ നമ. നമ്മൾ സമ്മതിക്കുമോ? സ്കൂളിൽ പഠിക്കുന്നത് എങ്ങനെയാണ്? ഗദ്യപാഠങ്ങൾ പദ്യപാഠങ്ങൾ. ഉണ്ണിഗണപതി പറയാ രണ്ടും ഓരോരോ. ഗദ്യഗാനപ്രിയായ നമ. അപ്പം എന്ത് വേണം? അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമാകുന്നു ഗൃഹസ്ഥതാരാമജമാതിദൈവികം പാപാപകം മന്ത്രകൃതാന്ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേത തത്കാലമാശുപാപം. നമ്മൾ തയ്യാറുണ്ടോ? എന്താ തയ്യാറുണ്ടോ ചോദിക്കാം. രാവിലെ വിളക്ക് കൊളുത്തി നാമം ജപിക്കും, വൈകുന്നേരം വിളക്ക് കൊളുത്തി നാമം ജപിക്കും, ഉച്ചയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കാറുണ്ടോ? ഭാഗവതം പറയാ ഉച്ചയ്ക്കും വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. ത്രികാല പൂജ എന്ന് പറയും. മഹാക്ഷേത്രങ്ങളുടെ ഉച്ചപൂജ 12 മണിക്കാണ്. അപ്പോൾ നമ്മളും വീട്ടിലുണ്ടെങ്കിൽ ഉച്ചസമയത്തും കാലം മുഖമൊക്കെ കഴുകി വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. ത്രികാലജം ആശുപാപം. ഈ നവഗ്രഹങ്ങൾ അനുകൂലമാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് അടുത്ത ചോദ്യം. അഷ്ടോത്തരശതം അതിൻ്റെ അവസാനത്തിൽ വരിയുണ്ട്. അതായത് സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാൽപര സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാൽപര സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാൽപര. നവഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന 10ാമത്തെ ഗ്രഹം ഗുരുവായൂരപ്പനാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാനെ വിചാരിച്ചാൽ മതി, നവഗ്രഹങ്ങൾ അനുകൂലമായിത്തീരും. പ്രഹ്ലാദൻ്റെ കഥയിലുണ്ടല്ലോ, ശരിയല്ലേ? കൃഷ്ണഗ്രഹ ഗ്രഹീതാത്മാ നവേദ ജഗദീദൃശം. പ്രഹ്ലാദനെ 10ാമത്തെ ഗ്രഹമായ ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഗോവിന്ദ പരിരംഭിത ഗോവിന്ദ പരിരംഭിത ഗോവിന്ദ പരിരംഭിത. അപ്പോൾ ഉണ്ണിഗണപതി ആരാണെന്ന് ഇവിടെ ചിത്രങ്ങൾ ഫോട്ടോ ഒക്കെ ഉണ്ട്. മുത്തുസ്വാമി ദീക്ഷിതർ പറയാ ശ്രീകൃഷ്ണ ഭഗവാൻ ഗണപതി ഭഗവാനെ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നു. രൗഹിണേയ അനുജ അർച്ചിതം രൗദ്രഭാവരഹിതം. നമ്മളോടാ പറഞ്ഞേ, നമുക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ടോ പറയാൻ വീട്ടിൽ പോയി ചോദിച്ചാലേ അറിയാവോ ദേഷ്യമുണ്ടോന്ന്. ഭാര്യയോടും മക്കളോടും ചോദിക്കണം. എങ്ങനെയല്ല രൗദ്രഭാവരഹിതം. ഉണ്ണഗണപതിയെ ധ്യാനിച്ചാൽ നമുക്ക് ദേഷ്യം ഉണ്ടാവില്ലെന്നാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ അഭിപ്രായം. രൗഹിണേയ അനുജ അർച്ചിതം.
രൗഹിണേയൻ, രോഹിണി ദേവിയുടെ പുത്രൻ. ബലഭദ്രപ്രിയാണിൻ്റെ വേറൊരു ഭാഷ അത് തന്നെയാണ്. രോഹിണി ദേവിയുടെ പുത്രനായ ബലരാമസ്വാമിയുടെ അനുജനാൽ വന്ദിക്കപ്പെടുന്നു ആര്? ഉണ്ണിഗണപതി. ശ്രീകൃഷ്ണഭഗവാൻ പൂജ കഴിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്കറിയാല്ലേ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർപ്പുരം പ്രസന്നവരന്ധ്യായ സർവവിഘ്നോപശാന്തി. ഉണ്ണിഗണപതിക്കുള്ള വന്ദശ്ലോകമാണ്, ഗുരുവായൂരപ്പനുള്ള വന്ദശ്ലോകമാണ്. പ്രസന്നം, പ്രസന്നോ വാരണോ മുഖ, ആനയുടെ മുഖമുള്ള ആരാ? ഗണപതിയാണ്. അപ്പം മഹാവിഷ്ണുവിനെയും ആ ഗണപതിയെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ശ്ലോകമാണ് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവരന്ധ്യായ സർവ വിഘ്നോപശാന്തി. അപ്പോൾ അല്ലേ, കാലസ്വരൂപനായ ഭഗവാന്റെ ഇച്ഛ സമയമായതിനാരിനി നാം സഹേ സരസമീ പരിപാടി നിർത്തിടാം. ഇനിയൊരിക്കൽ ഇതേ വഴി നിങ്ങളൻ സവിധമീ വിധം ഈവൻ എത്തുപോൻ. ഉണ്ണിക്കരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള സന്ദർഭങ്ങളിൽ വരാൻ ഭഗവാൻ അത് സജ്ജനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹത്തെ പ്രാധാന്യം നിങ്ങളുടെ അനുഗ്രഹ. മഹാത്മ്യത്തിൽ കണ്ടില്ലേ, സാധൂനാം ദർശനം ലോകെ സർവസിദ്ധികരം പരം. സാധൂനാം ദർശനം ലോകെ സർവസിദ്ധികരം പരം. നിങ്ങളാണ് പുണ്യം ചെയ്തവർ, നിങ്ങളാണ് ഭാഗ്യം ചെയ്തവർ. എത്രയോ ആചാര്യന്മാരുടെ കഥകൾ കേൾക്കുന്നില്ലേ. മുഴുവൻ സമയം ഇവിടെ നിൽക്കുന്നവരുടെ പ്രതീതി എന്താ? പ്രതീതി എന്താ? മുഴുവൻ സമയം നിൽക്കുന്നവരുടെ പ്രതീതി. ഞങ്ങളെ സപ്താഹത്തിന് മുമ്പ് മുഴുവൻ സമയം കേൾക്കുന്നവർ കുറച്ച് പേരുണ്ടാകും. പരോളിലിറങ്ങി വീണ്ടും ജയിലിലേക്ക് പോകുന്ന പ്രതീതിയാണ്. 7 ദിവസം ഇവിടെ കഴിഞ്ഞ് വീട്ടിൽ മുമ്പ് അയ്യോ വീട്ടിൽ തന്നിത്തരണ്ടായിട്ടൊന്നുമല്ല, 7 ദിവസം പോയതറിഞ്ഞില്ല, 7 ദിവസം പോയതറിഞ്ഞില്ല. അതല്ലേ വാസ്തവം. ഇതുമായി ശ്രദ്ധിച്ച് ഇരിക്കുന്നവരുടെ മനോഭാവം പറഞ്ഞത്. അവരെല്ലാം ഇനിയും നല്ല നല്ല കാര്യങ്ങൾക്ക് ഉണ്ണിക്കുന്നവരുടെയും പൂർവികന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരെയും നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികനായ നമ്മുടെ ആരാധ്യദേവനായ ബ്രാഹ്മണനിഷ്ഠ, ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ 2 വിശേഷങ്ങളെ എനിക്കറിയാവൂ. ബ്രാഹ്മണനിഷ്ഠ, ആത്മാർത്ഥത, അതാണ് മടിയൂർ ശങ്കരൻ നമ്പൂതിരി. അതുപോലെ അതിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും അല്ലേ. ഞങ്ങളേതാനും വരുന്ന ഇവിടെ അതിഥികളല്ല, കൂടെ കൂടെ വരും. എല്ലാവരുടെയും സന്തോഷം സ്വീകരിക്കുന്നവരാണ്. എല്ലാവരെയും നമസ്കരിക്കുന്നു. അയം ഹി പരമോ ലാഭ. ജീവിതത്തിൽ ഒരു നേട്ടമാണ് ഇതൊക്കെ. അത്ഭുതരസം അവസാനം വായിക്കുന്നുണ്ട് അല്ലേ. അത്ഭുതം എന്നേ പറയാനുള്ളൂ. കുറച്ച് പേരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതം അത്ഭുതമല്ലേ. കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് ഭാഗവതം വായിക്കാമോ, നിങ്ങളൊക്കെ കാണാമെന്നോ വിചാരിച്ചിട്ടുണ്ടോ? വിവേകാനന്ദൻ പറഞ്ഞു കുതിരവണ്ടിക്കാരനാവണമെന്നാണ് എൻ്റെ മോഹം. ഭഗവാൻ പറയാം അങ്ങനെ പോരാ, സന്യാസി ശ്രേഷ്ഠനാവണം. അപ്പോൾ ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. വിചിത്രരൂപസ്തവകൽ അനുഗ്രഹ, വിചിത്രരൂപസ്തവകൽ അനുഗ്രഹ. എല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.